ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ള ഒരു വാക്യമാണ് എനിക്ക് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നത്. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പോകണം, എനിക്ക് പോകേണ്ടതുണ്ട്, വേണം അല്ലെങ്കിൽ വേണ്ടതുണ്ട് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു. ഇപ്പൊ ബഹുവചന നാമങ്ങളോട് ഹാവ് ടു ഉപയോഗിക്കും, ഐ വി യു ദേ ഇവയോട് ഹാവ് ടു ഉപയോഗിക്കും. ഹി ഷീ ഇറ്റ് മറ്റേതെങ്കിലും ഏകവചന നാമമാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഹാസ് ടു ഉപയോഗിക്കും. ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു എന്ന് പറഞ്ഞാൽ വേണം അല്ലെങ്കിൽ വേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് പോകണം, എനിക്ക് പോകേണ്ടതുണ്ടെന്ന് പറയാൻ ഐ ഹാവ് ടു ഗോ എന്ന് പറയണം. അവന് പോകണം അല്ലെങ്കിൽ അവന് പോകേണ്ടതുണ്ട് എന്ന് പറയാൻ ഹി ഹാസ് ടു ഗോ എന്ന് പറയാം. അല്ല, അവൾക്ക് പോകണം, ഷീ ഹാസ് ടു ഗോ. എനിക്ക് പഠിക്കണം, ഐ ഹാവ് ടു സ്റ്റഡി. എനിക്ക് കളിക്കണം, ഐ ഹാവ് ടു പ്ലേ. നമുക്ക് ഓടണം, വി ഹാവ് ടു റൺ. അവൾക്ക് ഉറങ്ങണം, ഷീ ഹാസ് ടു സ്ലീപ്പ്. ഇത്തരത്തിൽ വേണം, വേണ്ടതുണ്ട് എന്ന് ഹിന്ദിയിൽ പറയുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ക്രിയയോട് ന ചേർത്തിട്ട് ഹേ കൂടെ ചേർക്കണം. അപ്പൊ എനിക്ക് പോകണം എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഐ ഹാവ് ടു ഗോ. ഹിന്ദിയിൽ പറയാൻ മുझे जाना है, മുझे എനിക്ക് പോകണം, जाना है എനിക്ക് പഠിക്കണം, ഐ ഹാവ്